ചില പറയുന്നത് ബോംബുകളെ കുറിച്ച് പറയുന്നത് ശാസ്ത്രം കൊണ്ടുവന്ന് അണുബോംബ് കൊടുത്തു, ആറ്റം ബോംബ് കൊടുത്തു. ഈ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഹിംസാത്മകത. ആബേൽ കായേൻ ആബേലിനെ കൊല്ലുന്നു, ഒരു വടി വെച്ച് അടിച്ചു കൊല്ലുന്നു. ഇന്നായിരുന്നെങ്കിൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലായിരുന്നു. പ്രിസിഷൻ ബോംബിങ്. ഇപ്പോൾ ഇസ്രായേൽ ഒരു പള്ളിയിലേക്ക് ഒരു ഹമാസിൻ്റെ ഒരു നേതാവ് ഒരു പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്ന വീൽ ചെയർ സഹിതന്മാർ പ്രിസിഷൻ ബോംബിങ്ങിലൂടെ തകർത്ത് കളഞ്ഞു. വീൽ ചെയറിൽ പോവുകയാണ് ആശാനിക്കുന്നത്. ആ വീൽ ചെയർ സഹിതം തകർത്ത് കഴിഞ്ഞു. അവിടെ മുഴുവൻ ബോംബിട്ടൊന്നുമില്ല. മഹത്വമായിട്ടല്ല ഞാൻ പറഞ്ഞത് അത്ര പ്രിസിഷൻ നമുക്കിന്നുണ്ട്. അതിന് പകരം എന്താണ് ആബേലിനെ കായം ചെയ്ത് എന്താണ് ഈ വടി വെച്ചോ കല്ല് വെച്ചോ തലയ്ക്ക് ഇടിച്ച് ഒന്നും കാര്യമില്ല. ഒരു കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ സയൻസ് സഹായിക്കും. പക്ഷേ എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നത്? സയൻസ് ആണോ? അല്ല. അവിടെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഹിംസാത്മകതയാണ്. സയൻസ് ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ കൊന്നിട്ടുണ്ട്. സയൻസ് വന്നപ്പോൾ കൊന്നു, ഇപ്പോഴും കൊല്ലുന്നുണ്ട്. കാര്യം ആ ഹിംസാത്മകത എന്നുള്ളത് തുടരുന്നു. അതിന് സയൻസ് മെച്ചപ്പെട്ട ഉപകരണങ്ങൾ നൽകുന്നു എന്നുള്ളത് സയൻസിനെതിരെയുള്ള ഒരു ആരോപണമല്ല, നിങ്ങളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ ഹിംസാത്മകത എന്ന് പറയുന്ന സാധനം, അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള പരിശീലനമാണ് നിങ്ങൾക്ക് വേണ്ടത്. അല്ലാതെ ഇത് തരുന്നു, ബോംബ് തരുന്നു. ഇപ്പോൾ ഇന്നത്തെ ഈ ബോംബുകളൊക്കെ പഴയ മത നേതാക്കളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? എന്തിനേറെ ലാദൻ്റെ കയ്യിൽ ഒരു ആറ്റം ബോംബ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഇല്ല, CID മൂസയിലെ സലീം കുമാറിനൊക്കെ എല്ലായിടത്തും കൊണ്ടുവന്ന് പൊട്ടിക്കുമായിരുന്നു അല്ലേ? ഈ ടീമുകളുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതെല്ലാം അമേരിക്ക കുറ്റം പറയുന്നത്. അമേരിക്കയുടെയൊക്കെ ശ്രമം തന്നെ ഇതാണ്, ഇവന്മാരിൽ ഇത് കിട്ടരുതെന്നുള്ളതാണ്. അമേരിക്ക ഇരിപ്പുണ്ട്. സംഗതി ഇതാണ്. യഥാർത്ഥത്തിൽ ഈ സാധനം ഇവന്മാരിൽ ഉണ്ടെങ്കിൽ ഒരു രാജ്യമൊക്കെ അപ്പോഴേ തീർന്നുള്ളൂ. ഇറാഖ് ഇതിന് വേണ്ട, പുല്ല് പോട്ടെ, ഒരെണ്ണം കൊണ്ടങ്ങിടുക. അടുത്ത ജോർഡൻ ഇതിന് വേണ്ട, മൊത്തം ഷിർക്കാണ് അവിടെ, തീർന്നു. പഴയ നേതാക്കൾ വെട്ടിയൊക്കെയാണ് കൊല്ലുന്നത്. ആ ബനു ഖുറൈള ജൂതഗോത്രത്തിലൊക്കെ ചെന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ തലയിറത്തിട്ട് 700 ചില്ലാനോ 600 ചില്ലാനോ ആളുകളെ കൊല്ലാൻ പറ്റുള്ളൂ. കിണറ്റിലേക്ക് കൊന്നിടുകയാണ്. രാവിലെ തൊട്ട് കൊല്ലം തുടങ്ങി കഴിഞ്ഞാൽ തച്ചിനിരുന്ന പണിയാണ് ആളുകൾ. ഇവരിലൊക്കെ ആയുധം ഉണ്ടായിരുന്ന ഹിംസാത്മകതയാണ്. സ്വയം നശിപ്പിക്കാനുള്ള. ജൂതന്മാർ കൊന്നിട്ടില്ല. റോമ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഒരു പർവ്വതത്തിന്റെ മുകളിൽ പോയിരുന്നിട്ട് അവർ പരസ്പരം കൊല്ലുന്നുണ്ട്. അന്ന് വേണ്ട 750 പേരോളം ഉണ്ട്. ആദ്യം പരസ്പരം ധീരന്മാർ പരസ്പരം ഒരുത്തായിരുന്നു എല്ലാവരും വെട്ടിക്കൊല്ലുന്നു. പിന്നെ ബാക്കിയുള്ളവർ ആദ്യം സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലുന്നു, പിന്നെ പരസ്പരം കുത്തിക്കൊല്ലുന്നു. എന്നിട്ട് അവസാനം വരുന്നവർ സ്വയം കുത്തി മരിക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ റോമാക്കാർ വരുമ്പോൾ അവിടെ ആരുമില്ല. ജൂതന്മാരുടെ സ്പിരിറ്റാണ് ഈ സാധനമൊക്കെ നമ്മളുള്ളതാണേ. ഇതൊന്നും സയൻസിന്റെ നമ്മളെ കൂടുതൽ ക്രൂരരാക്കിയിട്ടൊന്നുമില്ല. സയൻസ് നമ്മളെ ആ പഴയ സാധനം തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ കുബ്ല ഈ പറയുന്ന ചെങ്കിസ് ഖാൻ ഏറ്റവും വലിയ ക്രൂവൽറ്റി ചെയ്തിട്ടുള്ളതാണ്. അവരൊക്കെ സയൻസ് ഉള്ളപ്പോഴാണ് അത് ചെയ്തിട്ടുള്ളത്. കലിഗുള ശത്രുക്കളുടെ രക്തത്തിലും കണ്ണീരിലും കുളിച്ചിരുന്ന ആളാണ്. എന്ത് സയൻസ് ഉണ്ടായിട്ട് അവർ ചെയ്തു? ഏറ്റവും വലിയ സ്വച്ഛാധിപത്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് സയൻസിന് മുന്നെയാണ്, സയൻസിൻ്റെ ഈ ഇൻഫ്ലുവൻസ് വരുന്നതിന് മുന്നേ. പക്ഷേ ഇന്ന് സയൻസ് വന്ന ലോകമാണ്. ലോകത്ത് ഏറ്റവും കുറവ് യുദ്ധങ്ങളുള്ള സമയമാണ്, ഏറ്റവും കുറച്ച് പട്ടിണിയുള്ള സമയം, ഏറ്റവും കുറച്ച് തിന്മകളുള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പക്ഷേ നമ്മുടെ പ്രചരണം എന്താണ്? ഈ സമയം ഒരു കെട്ട കാലമാണെന്നാണ്. നേരെ തിരിച്ചാണ് കാര്യം. ഏറ്റവും കുറച്ച് യുദ്ധങ്ങളും ഏറ്റവും കുറച്ച് കൊലകളും ഏറ്റവും കുറച്ച് പ്രശ്നങ്ങളും ഉള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ റോഡുകളെ കുറിച്ച്, നമ്മുടെ റോഡുകൾ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നു. നിങ്ങൾക്കറിയാം അവിടെ റോഡുകളെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉള്ള റോഡുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിയിലെ കരിമല കയറ്റം ദുരിതമെൻ്റെ അയ്യപ്പ ആ മോഡലിലായിരുന്നു റോഡുകൾ. അവിടെയൊക്കെയാണ് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിന് മുന്നിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ആണ്. സ്റ്റേറ്റ് ഹൈവേ എന്ന് പറഞ്ഞാൽ മരച്ചൊക്കെ വെച്ചിട്ടുണ്ട്, വീതിയൊന്നുമില്ല, പടവും മരവും. പക്ഷേ എന്നാലും ആകട്ടെ, എന്നിട്ട് പറയുന്നത് റോഡില്ല. ശരിയാണ്, റോഡില്ല എന്നുള്ള സത്യമാണ്. എങ്ങനെയാണ്? വെൻ വി ആർ കമ്പയറിംഗ് വിത്ത് ഓസ്ട്രേലിയ ഓർ അമേരിക്ക, റോഡില്ല. പക്ഷെ നമ്മൾ എവിടുന്ന് വന്നേ നോക്കണ്ടേ? ഏറ്റവും നല്ല കാലഘട്ടത്തിൽ ഇരുന്ന് ഈ പുറംതിരിഞ്ഞിരുന്നുണ്ട് ഇല്ലാതിരുന്ന ഒരു പഴയ കാലത്തെക്കുറിച്ച് നെടുവീർപ്പിടുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറും. ശാസ്ത്രബോധത്തിൻ്റെ അഭാവം തന്നെയാണ്.